മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 9:12 Psalms chapter 9:12 എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും, പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധകാലം ഹിറ്റ്ലർ എന്ന പേര് കേട്ട് ലോകം ഞെട്ടി വിറയ്ക്കുന്നു. ഒരിക്കൽ ഹിറ്റ്ലറും കുറെ നാസി പടയാളികളും ഒരു അനാഥാലയത്തിലേക്ക് വന്നു. വൂഡ്സിന്റെ കനത്ത താളം കേട്ട് കുട്ടികൾ ഭയങ്കരരായി ഓടി. ഉറക്ക ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി. ആരെങ്കിലും ദൈവനാമം ഉച്ചരിച്ചാൽ കൊന്നു കുഴിച്ചു മൂടും. ഓർത്തോളൂ, നാസികൾ ഒച്ചയിട്ടു. എന്നിട്ടും ഒരു കുട്ടി ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞു. എന്താടി നിന്റെ പേര്? ഹിറ്റ്ലർ അവളോട് ചോദിച്ചു. മേരി, ആ കുട്ടി പറഞ്ഞു. നിന്റെ പേര് ഇനി മുതൽ ഞാൻ ബേബി ഹിറ്റ്ലർ എന്നാക്കിയിരിക്കുന്നു, ഹിറ്റ്ലർ പറഞ്ഞു. എന്നാൽ നിശ്ചയദാർഢ്യം തുളുമ്പുന്ന സ്വരത്തിൽ ആ കുട്ടി തുടർന്നു, ഞാൻ ബേബി ഹിറ്റ്ലർ അല്ല, മേരിയാണ്, മേരി. ദേഷ്യം കൊണ്ട് പല്ലിഞ്ഞെരിച്ച് ഹിറ്റ്ലർ ഒപ്പമുള്ള സൈനികരോട് അലറി, നിങ്ങളുടെ തോക്കുകൾ ഇവരുടെ നേരെ നീട്ടു. പറയടി, എന്താ നിന്റെ പേര്? മേരി അല്ല, നിന്റെ പേര് ബേബി ഹിറ്റ്ലർ. സുന്ദരിയായ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ഹിറ്റ്ലർ ആവർത്തിച്ചു, എന്റെ പേര് അടിക്കേണ്ട, പറഞ്ഞോളൂ. ഹിറ്റ്ലർ പ്രോത്സാഹിപ്പിച്ചു. എന്റെ പേര് ബേബി മേരി, മേരി. അവൾ തന്റെ പേരിൽ എന്നിട്ടും മാറ്റം വരുത്തിയില്ല. ഹിറ്റ്ലർ നടുങ്ങിപ്പോയി. ഇവളെ കൊണ്ട് ബേബി ഹിറ്റ്ലർ എന്ന് പറയിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അവളെയും കുട്ടി അയാൾ വരാന്തയിലേക്ക് നടന്നു. അവളെ അന്വേഷിച്ച ആ സമയം അവളുടെ പിതാവ് വരുന്നുണ്ടായിരുന്നു. ഹിറ്റ്ലർ കൂടെയുള്ളവർക്ക് എന്തോ നിർദ്ദേശം നൽകി. അടുത്തു വരുന്ന മേരിയുടെ പിതാവിന്റെ നേരെ തോക്കുകളുടെ നീണ്ട നിര ഉയർന്നു. ഹിറ്റ്ലർ പരിഹാസത്തോടെ പറഞ്ഞു, ഇനി നിനക്ക് നിന്റെ അപ്പനെ ജീവനോടെ കാണണമെങ്കിൽ നീ ബേബി ഹിറ്റ്ലർ എന്ന പേര് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ വിരലൊന്ന് ഞൊടിച്ചാൽ മതി, ഇത്രയും തോക്കുകൾ നിന്റെ അപ്പന്റെ നേരെ നീ തുപ്പും. അവൾ നടുങ്ങി. അപ്പനെ അവൾ നോക്കി. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദയനീയ ഭാവം അവൾക്ക് മനസ്സിലായി. തിരിഞ്ഞവൾ ഹിറ്റ്ലറെ നോക്കി. കണ്ണുകളിൽ ക്രൂരത മാത്രം. എല്ലാ കുട്ടികളും അവളെ ഉറ്റുനോക്കി. നിശബ്ദത. അവൾ ചുണ്ട് ചലിപ്പിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഹിറ്റ്ലർ ഉറക്കെ ചോദിച്ചതിന്റെ പേരെന്താണ്? അവൾ വിക്കി വിക്കി പറഞ്ഞു, എന്റെ പേര് മേരി. ഹിറ്റ്ലർ ഉഗ്രനായി നടുങ്ങി. എന്നിട്ടും അവൾക്ക് നേരെ നിറയൊഴിക്കാതെ അയാൾ മടിച്ചു. ഉയർത്തിയ തോക്ക് താണു. അയാൾ പുലമ്പി, കുരുത്തം കെട്ടവളെ, എന്റെ കൺവെട്ടത്ത് നീ ഓടിപ്പോകൂ. അത് പറഞ്ഞു തീർന്നതും മേരി ഒറ്റ ഓട്ടം. അങ്ങനെ ഹിറ്റ്ലറിൽ നിന്നും അവളും പിതാവും രക്ഷപ്പെട്ടു. ആവിലായിലെ വിശുദ്ധ തെരേസ പറയുന്നുണ്ട്, സൃഷ്ടവസ്തുക്കളിലെല്ലാം ദൈവത്തിന്റെ പരിപാലനയും ബുദ്ധിയും ദൃശ്യമാണ്. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.